കണ്ണൂർ ITIയിൽ സംഘർഷം അതിരുവിട്ടതോടെ കടുപ്പിച്ച് പോലീസ്. വധശ്രമ കേസുകളിലെ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രതി ചേർക്കപ്പെട്ടവർ ഒളിവിലാണ്. സമാധാന ശ്രമവുമായി ACP TK രത്നകുമാർ സർവകക്ഷി യോഗം വിളിച്ചു. വെള്ളിയാഴ്ചയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ നേതാക്കളുടെ യോഗം ചേരുക. പോലീസിന് നേരെ കല്ലേറ് നടത്തുന്നതിന്റെയും അക്രമത്തിന്റെയും കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തോട്ടട ഗവൺമെന്റ് ITIയിലെ സംഘർഷം അതിന്റെ എല്ലാ പരിധിയും വിട്ടതിൽ അതിശക്തമായ നടപടിക്കാണ് പോലീസ് ഒരുങ്ങുന്നത്. സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ ഇത്തരം അതിക്രമങ്ങൾ അനുവദിക്കാനാവില്ലെന്ന നിലപാടാണ് പോലീസിന്. SFI KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ചുമത്തി പോലീസ് കേസെടുത്തതും സംഘർഷത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി തന്നെയാണ്. പോലീസിനെതിരെ SFI പ്രവർത്തകൻ കല്ലെറിയുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അക്രമത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് KSU പ്രവർത്തകർ എത്തി സംഘർഷമുണ്ടാക്കുന്നു എന്ന പരാതിയും പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത്. വധശ്രമക്കേസിൽപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. പ്രതി ചേർക്കപ്പെട്ടവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. പ്രതികളെല്ലാം ഒളിവിലാണ്. ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും. ക്യാമ്പസിൽ KSUവിന്റെ കൊടികെട്ടാൻ SFI അനുവദിക്കാത്തതാണ് പ്രശ്നങ്ങളുടെയെല്ലാം തുടക്കമെന്നാണ് പരാതി. ITIയിൽ SFI അല്ലാതെ മറ്റു ഒരു സംഘടനയും പാടില്ലെന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മറ്റ് സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നതും. എന്നാൽ പതിറ്റാണ്ടുകളായി ഒരു സംഘർഷവുമില്ലാത്ത ITIയിൽ ചിലരെ കൊണ്ടുവന്ന് സംഘർഷമുണ്ടാക്കുകയാണ് KSU ചെയ്യുന്നതെന്നാണ് SFIയുടെ ആരോപണം. എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കാൻ അനുവാദം ഉണ്ടാകണമെന്നാണ് പോലീസിന്റെയും നിലപാട്. എന്നാൽ പുറത്തുനിന്ന് നേതാക്കൾ എത്തി ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ശരിയല്ലെന്ന നിലപാടും പോലീസിനുണ്ട്. ക്യാമ്പസിലുള്ളവർ തന്നെ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തണം. പുറത്തുനിന്ന് ഒരു സംഘടനയുടെയും ആളുകൾ ITIയിൽ എത്തരുത് എന്ന നിലപാട് കോളേജ് അധികൃതരും സ്വീകരിക്കണം. ഇത് കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം പോലീസ് മുന്നോട്ട് വയ്ക്കും. സമാധാന ശ്രമത്തിന്റെ ഭാഗമായി കണ്ണൂർ ACP TK രത്നകുമാർ സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. SFI KSU ABVP സംഘടനാ പ്രതിനിധികൾ, CPM കോൺഗ്രസ് BJP എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നിവരെയാണ് യോഗത്തിലേക്ക് വിളിച്ചത്. വെള്ളിയാഴ്ച ACP ഓഫീസിലാണ് സർവകക്ഷി സമാധാന യോഗം നടക്കുക. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.